ജയ് ഹിന്ദ്, ജയ് ഭാരത്, വന്ദേ മാതരം. സുഹൃത്തുക്കളെ, ഇന്ത്യ വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്ന ഒരു വലിയ സ്വപ്നമുണ്ട്. സ്വന്തമായിട്ട് നിർമ്മിച്ച ഒരു പവർഫുൾ ഫൈറ്റർ ജെറ്റ് എഞ്ചിൻ. ഫ്രഞ്ച് കമ്പനിയായ സാഫ്രാനും DRDOയുടെ GTREയും ചേർന്ന് ഇന്ത്യക്കായിട്ട് 120 കിലോ ന്യൂട്ടൺ ക്ലാസ് ഫൈറ്റർ എഞ്ചിൻ വികസിപ്പിക്കാനുള്ള പദ്ധതി പുതിയ വാർത്തയല്ല. അത് നമ്മൾ മുൻപും കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തയാണ് കൂടുതൽ പ്രതീക്ഷ നൽകുന്നത്. ഇന്ത്യയുടെ ഇൻഡിജിനസ് ഫൈറ്റർ എഞ്ചിൻ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേരിട്ടുള്ള മേൽനോട്ടം ലഭിക്കുന്ന രീതിയിൽ PMO ഓവർസൈറ്റോട് കൂടിയ നാഷണൽ മിഷൻ മോഡ് പ്രോഗ്രാമായി ഉയർത്താനുള്ള നീക്കം നടക്കുകയാണ്. ഇതാണ് ഈ വാർത്തയിലെ യഥാർത്ഥ ഹൈലൈറ്റ്. എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഞാൻ രഘുനാഥ് ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സിൻ്റെ അങ്ങേയറ്റം സിൻഡിലേറ്റിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻജിൻ ടെക്നോളജി ഇന്ത്യക്കില്ല എന്നത് മാത്രമല്ല നമ്മുടെ പ്രശ്നം. താമസം അല്ലെങ്കിൽ ഡിലേ ആണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു. ഫയൽ ഡിലേ, അപ്രൂവൽ ഡിലേ, ഫണ്ടിങ് ഡിലേ, ഡിസിഷൻ ഡിലേ, ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മറ്റൊന്നിനെ കാത്തിരിക്കുന്ന ഡിലേ, റിക്വയർമെൻറ്റ് മാറുന്ന ഡിലേ, ഫോറിൻ പാർട്ട്ണർ നെഗോസിയേഷൻ നീണ്ടുപോകുന്ന ഡിലേ. ഇങ്ങനെ 5 വർഷത്തെ പ്രൊജക്റ്റ് 10 വർഷമാകും. 10 വർഷത്തെ പ്രൊജക്റ്റോ 15 വർഷമാകും. ഫൈറ്റർ എഞ്ചിൻ പോലെ ഒരു സ്ട്രാറ്റജിക് ടെക്നോളജിയിൽ ഇന്ത്യക്ക് ഇനി അങ്ങനെ സമയം കളയാനില്ല. നമ്മുടെ എഞ്ചിൻ തയ്യാറായിട്ട് വരുന്നത് വരെ അതിർത്തിയിൽ ചൈന കാത്തു നിൽക്കുമോ? ഇല്ലല്ലോ. ആംക പ്രൊജക്റ്റിന് കാത്തു നിൽക്കാൻ കഴിയില്ലല്ലോ. ഇന്ത്യൻ എയർഫോഴ്സിനും കാത്തു നിൽക്കാൻ കഴിയില്ല. ഇവിടെ ഒരു കാര്യം വ്യക്തമാക്കാം. പ്രൈം മിനിസ്റ്റർ നേരിട്ട് പോയി എഞ്ചിൻ ഡിസൈൻ ചെയ്യാൻ പോകുന്നില്ല. സയൻറ്റിസ്റ്റിൻ്റെ ജോലി സയൻറ്റിസ്റ്റ് തന്നെ എടുക്കും, എഞ്ചിനീയറുടെ ജോലി എഞ്ചിനീയർ തന്നെ എടുക്കും. പക്ഷേ ഒരു നാഷണൽ ലെവൽ സ്ട്രാറ്റജിക് പ്രോഗ്രാം വിജയിക്കാനായിട്ട് ടെക്നോളജി മാത്രം പോരാ, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രൊജക്ട് മാനേജ്മെൻറ്റും വേണം. PMO ലെവൽ മോണിറ്ററിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് 4 വലിയ നേട്ടങ്ങളാണ് ഉണ്ടാകുന്നത്. ഒന്നാമതായിട്ട് അക്കൗണ്ടബിലിറ്റി അഥവാ ഉത്തരവാദിത്വം. എൻജിൻ കോർ എപ്പോൾ റെഡിയാകും, പ്രോട്ടോടൈപ്പ് എപ്പോൾ വരും, ഗ്രൗണ്ട് ടെസ്റ്റ് എന്തുകൊണ്ട് വൈകി, സാഫ്രാൻ വാഗ്ദാനം ചെയ്ത ടെക്നോളജി യഥാർത്ഥത്തിൽ കിട്ടുന്നുണ്ടോ, ഹോട്ട് സെക്ഷൻ ടെക്നോളജി ഇന്ത്യക്ക് ലഭിക്കുന്നുണ്ടോ, മൈൽ സ്റ്റോൺ മിസ് ചെയ്താൽ കാരണം എന്തുകൊണ്ട്, ഇവയ്ക്കൊക്കെ കൃത്യമായിട്ട് മറുപടി പറയേണ്ടതായിട്ട് വരും. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് ആണ് ഫാസ്റ്റർ ഡിസിഷൻ മേക്കിംഗ്. GTREക്ക് ഒരു അപ്രൂവൽ വേണം. എയർഫോഴ്സ് റിക്വയർമെൻറ്റ്സ് ഫൈനലൈസ് ചെയ്യണം. ഫിനാൻസിൻ്റെ ക്ലിയറൻസ് വേണം. ഫോറിൻ പാർട്ട്ണർ എഗ്രിമെൻ്റ് വേണം. പ്രൈവറ്റ് ഇൻഡസ്ട്രി ഓൺ ബോർഡ് ചെയ്യണം. ഇവ ഓരോന്നും വേറെ വേറെ സ്പീഡിൽ പോയാൽ പ്രൊജക്റ്റ് നീളും. ടോപ്പ് ലെവൽ സൂപ്പർവിഷൻ ഉണ്ടെങ്കിൽ ഇവരെ ഒരേ ടൈം ലൈനിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ അഡ്വാൻറ്റേജ് ആണ് ഫണ്ടിങ്ങിൻ്റെ കണ്ടിന്യൂറ്റി. ഫൈറ്റർ എഞ്ചിൻ 1-2 വർഷത്തെ പദ്ധതി അല്ലല്ലോ, 10-15 വർഷത്തെ വമ്പൻ കമ്മിറ്റ്മെൻറ്റ് വേണം. ആനുവൽ ബഡ്ജറ്റിലെ മാറ്റങ്ങൾ പ്രോഗ്രാമിനെ ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ പാടില്ല. നാലാമത്തെ അഡ്വാൻറ്റേജ് ബ്യൂറോക്രാറ്റിക് ബോട്ടിൽ നെക്ക് കുറയ്ക്കാം. ഈ സ്ട്രാറ്റജിക് പ്രൊജക്റ്റ് ഒരു സാധാരണ ഡിപ്പാർട്ട്മെൻറ്റ് ഫയലായിട്ട് കെട്ടിക്കിടക്കുന്നത് തടയാൻ സാധിക്കും. അതുകൊണ്ടാണ് PMO ഓവർസൈറ്റ് എന്ന വാർത്ത എഞ്ചിൻ്റെ ത്രസ്റ്റ് ഫിഗറിനേക്കാളും എനിക്ക് കൂടുതൽ എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയത്. ഇതിന് ഇന്ത്യയിൽ മുൻകാല മാതൃകകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. ഇന്ത്യയുടെ സ്ട്രാറ്റജിക് പ്രോഗ്രാം നോക്കൂ. ന്യൂക്ലിയർ സബ്മറീൻ പ്രോഗ്രാം പോലെയുള്ള ഹൈലി സെൻസിറ്റീവ് പ്രൊജക്ട്സ്, എംപവേർഡ് സ്ട്രക്ചേഴ്സ്, ലോങ് ടേം പൊളിറ്റിക്കൽ ബാക്കിംഗ്, ഡെഡിക്കേറ്റഡ് കോർഡിനേഷൻ എന്നിവയുടെ മുന്നോട്ട് പോയപ്പോൾ വലിയ കണ്ടിന്യൂറ്റി കിട്ടി. മിസൈൽ പ്രോഗ്രാം നോക്കൂ. പൃഥ്വിയിൽ നിന്ന് അഗ്നി വരെ ഒരൊറ്റ ദിവസം കൊണ്ട് എത്തിയതൊന്നും അല്ലല്ലോ. പൊളിറ്റിക്കൽ സപ്പോർട്ട്, സയൻറ്റിഫിക് കണ്ടിന്യൂറ്റി, റിപ്പീറ്റഡ് ടെസ്റ്റിംഗ്, ഫെയിലിയർ കഴിഞ്ഞും പ്രോഗ്രാം തുടരാനുള്ള ഡിറ്റർമിനേഷൻ ഇവയാണ് ഇന്ത്യയെ ഇന്ന് സ്ട്രാറ്റജിക് മിസൈൽ പവറാക്കി മാറ്റിയത്. സ്പേസ് പ്രോഗ്രാമിലും ഇതുപോലെ ഗഗൻയാൻ ഉൾപ്പെടെയുള്ള ക്രിട്ടിക്കൽ പ്രോഗ്രാംസ് ഉയർന്ന തലത്തിൽ റിവ്യൂ ചെയ്യപ്പെടുന്നുണ്ട്. അതായത് തന്ത്രം നമുക്കറിയാം. ക്രിട്ടിക്കൽ ടെക്നോളജി ഐഡൻറ്റിഫൈ ചെയ്യുക, നാഷണൽ മിഷൻ ആക്കുക, ഫണ്ടിങ് ഉറപ്പാക്കുക, മൈൽ സ്റ്റോൺ ഫിക്സ് ചെയ്യുക, ബ്യൂറോക്രസി കുറയ്ക്കുക, കംപ്ലീഷൻ വരെ പൊളിറ്റിക്കൽ കണ്ടിന്യൂറ്റി നൽകുക. ഫൈറ്റർ എഞ്ചിനും ഇതേ മോഡൽ കിട്ടിയാൽ ഇത്തവണ റിസൾട്ട് വ്യത്യസ്തമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സുഹൃത്തുക്കളെ, 2025 ഓഗസ്റ്റ് 15 റെഡ് ഫോർട്ടിൽ നിന്ന് നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി വളരെ സ്പെസിഫിക് ആയിട്ട് ജെറ്റ് എഞ്ചിൻ ടെക്നോളജി എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജെറ്റ് എഞ്ചിൻ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഒരു പ്രൈം മിനിസ്റ്റർ ഇൻഡിപെൻഡൻസ് ഡേ സ്പീച്ചിൽ ഇത് പറയുന്നത് സാധാരണ കാര്യമല്ല.
അതിനുശേഷം നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ ശ്രീ രാജ്നാഥ് സിംഗ് 2026 ഫെബ്രുവരിയിൽ GTRE സന്ദർശിച്ച് കാവേരിയുടെ ഫുൾ ആഫ്റ്റർ ബേണർ എഞ്ചിൻ ടെസ്റ്റ് വരെ നേരിട്ട് കണ്ട് വിലയിരുത്തി. ഇതിൽ നിന്നൊക്കെ എന്ത് മനസ്സിലാക്കാം? രാഷ്ട്രീയ നേതൃത്വം ഈ വിഷയത്തിന് വലിയ പ്രാധാന്യമാണ് ഇപ്പോൾ നൽകുന്നത്. ഇനി സഫ്രാൻ GTRE എഞ്ചിനിലേക്ക് വരാം. ഫ്രാൻസിൻ്റെ സഫ്രാനും DRDOയുടെ GTREയും ചേർന്ന് ഇന്ത്യയുടെ ഫ്യൂച്ചർ ഫൈറ്റർ എയർക്രാഫ്റ്റിന് വേണ്ടിയിട്ട് 120 kN ക്ലാസ് ത്രസ്റ്റ് എഞ്ചിൻ വികസിപ്പിക്കുന്നു. ഭാവിയിൽ ഇത് 140 kN ക്ലാസ് വരെ വളർത്താനുള്ള റിപ്പോർട്ടുകളുമുണ്ട്. പ്രധാന ഉപയോഗം ഫ്യൂച്ചർ ആംക വേരിയൻസ് ആണ്. കംപ്രസർ എങ്ങനെ ഡിസൈൻ ചെയ്യുന്നു, കമ്പസ്റ്റൻ ചേംബർ എങ്ങനെ ഓപ്റ്റിമൈസ് ചെയ്യുന്നു, ഹൈ പ്രഷർ ടർബൈൻ എങ്ങനെ നിർമ്മിക്കുന്നു, സിംഗിൾ ക്രിസ്റ്റൽ ബ്ലേഡ്സ് എങ്ങനെ കാസ്റ്റ് ചെയ്യുന്നു, എക്സ്ട്രീം ടെമ്പറേച്ചറിൽ ബ്ലേഡ് ഉരുകാതെ എങ്ങനെ പ്രവർത്തിക്കുന്നു, കൂളിംഗ് പാസേജസ് എങ്ങനെ ഡിസൈൻ ചെയ്യുന്നു, തെർമൽ ബാരിയർ കോട്ടിംഗ് എന്താണ്, ഫാഡക് എങ്ങനെ ട്യൂൺ ചെയ്യുന്നു, ആഫ്റ്റർ ബേണർ എങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇതാണ് ഇന്ത്യക്ക് കിട്ടേണ്ട യഥാർത്ഥ ടെക്നോളജി. ജെറ്റ് എഞ്ചിൻ്റെ ഏറ്റവും സെൻസിറ്റീവായ ഭാഗമാണ് ഹോട്ട് സെക്ഷൻ. ഫ്യൂവൽ കത്തിയതിന് ശേഷം ടർബൈൻ സെക്ഷനിൽ അത്യന്തം ഉയർന്ന ടെമ്പറേച്ചർ വരും. അവിടെ സാധാരണ മെറ്റൽ ഉപയോഗിക്കാൻ കഴിയില്ല. സ്പെഷ്യൽ നിക്കൽ ബേസ്ഡ് സൂപ്പർ അലോയ്സ്, സിംഗിൾ ക്രിസ്റ്റൽ ടർബൈൻ ബ്ലേഡുകൾ, ഇൻറ്റേർണൽ കൂളിംഗ് പാസേജസ്, അഡ്വാൻസ്ഡ് തെർമൽ കോട്ടിങ്സ് ഇതെല്ലാം വേണം. ലോകത്തിലെ എഞ്ചിൻ മാനുഫാക്ചറേഴ്സ് ഏറ്റവും കർശനമായിട്ട് മറച്ചു വയ്ക്കുന്ന സാങ്കേതികവിദ്യ ഇതൊക്കെയാണ്. അതുകൊണ്ട് സാഫ്രാൻ കൊളാബറേഷൻ വിജയിച്ചു എന്ന് പറയാനായിട്ട് ഒരു 120 kN എഞ്ചിൻ പുറത്തു വന്നാൽ മാത്രം പോരാ. എൻ്റെ ടെസ്റ്റ് വളരെ സിമ്പിളാണ്. 10 വർഷത്തിന് ശേഷം സഫ്രാൻ ഇല്ലാതെ ഇന്ത്യക്ക് അടുത്ത ഫൈറ്റർ എഞ്ചിൻ ഡിസൈൻ ചെയ്യാൻ കഴിയുമോ? ആൻസർ യെസ് എന്നാണെങ്കിൽ മാത്രമാണ് യഥാർത്ഥ ടെക്നോളജി ട്രാൻസ്ഫർ നടന്നത്. ഇനി കാവേരി പരാജയമായിരുന്നോ? കാവേരി തേജസിൻ്റെ ഓപ്പറേഷണൽ എഞ്ചിനാകാൻ കഴിഞ്ഞില്ല എന്നതിൽ സംശയമില്ല. പക്ഷേ കാവേരി പ്രോഗ്രാം വേസ്റ്റ് ആയിരുന്നു എന്ന് പറയുന്നത് തെറ്റാണ്. എഞ്ചിൻ കോറ്, കമ്പസ്റ്റർ, ഫാഡക്ക്, മെറ്റീരിയൽസ്, ടെസ്റ്റിങ്, ഹൈ ഓൾട്ടിറ്റ്യൂഡ് ട്രയൽസ് എന്നിവയിലെല്ലാം ഇന്ത്യ വലിയ അറിവ് നേടി. ഇതിൻ്റെ ഫലമായിട്ട് 2026 ജൂലൈയിൽ GTRE ഡിസൈൻ ചെയ്ത ആദ്യത്തെ ഇൻഡിജിനസ് 350 kg ത്രസ്റ്റ് ക്ലാസ് എക്സ്പെൻഡബിൾ ടർബോജെറ്റ് എഞ്ചിൻ ഇന്ത്യൻ ഇൻഡസ്ട്രി മാനുഫാക്ചർ ചെയ്ത് GTREക്ക് ഡെലിവർ ചെയ്തിട്ടുണ്ട്. ഇതൊരു ഫൈറ്റർ എഞ്ചിൻ അല്ല എന്നുണ്ടെങ്കിലും നമ്മുടെ പ്രൈവറ്റ് മാനുഫാക്ചറിങ് എക്കോസിസ്റ്റം വളരുന്നു എന്നതിന് നല്ല ഉദാഹരണമാണ്. ചൈനയും ആദ്യം പെർഫെക്റ്റ് ആയിട്ടുള്ള ഇൻഡിജിനസ് എഞ്ചിൻ കൊണ്ടൊന്നും അല്ലല്ലോ തുടങ്ങിയത്. റഷ്യൻ എഞ്ചിൻസിനെ ആശ്രയിച്ചു. പിന്നീട് WS10 ഫാമിലി ഡെവലപ്പ് ചെയ്തു, അപ്ഗ്രേഡ് ചെയ്തു, മെറ്റീരിയൽസ് ഇംപ്രൂവ് ചെയ്തു. ഇന്ന് WS15 പോലെയുള്ള വൻ പദ്ധതികളിലേക്ക് എത്തി. നമ്മുടെ പ്രശ്നം ഒരു കാവേരി ഫെയിലായതല്ല, കണ്ടിന്യൂറ്റി കുറവായിരുന്നു എന്നതാണ്. PMO ലെവൽ മിഷൻ അപ്രോച്ച് ആ കണ്ടിന്യൂറ്റി ഉറപ്പാക്കും. 120 kN കിട്ടിയാൽ അവിടെ നിർത്തില്ല. 140 kN വേർഷൻ, നെക്സ്റ്റ് ജനറേഷൻ കോറ്, അഡാപ്റ്റീവ് പ്രൊപ്പൽഷൻ, മറീൻ ഗ്യാസ് ടർബൈനുകൾ എന്നിവയിലേക്ക് വികസനം തുടരും. സുഹൃത്തുക്കളെ, സഫ്രാൻ ന്യൂസ് പുതിയതല്ല, കാവേരിയും പുതിയതല്ല, ആംകയും പുതിയതല്ല. പക്ഷേ പ്രൊജക്ട് മാനേജ്മെൻറ്റ് മോഡൽ മാറുന്നു എന്നതാണ് യഥാർത്ഥ പുതിയ വാർത്ത. ഇൻഡിജിനസ് ആംക എഞ്ചിൻ ഡെവലപ്മെൻറ്റിനെ PMOയുടെ ഓവർസൈറ്റ് ലഭിക്കുന്ന നാഷണൽ മിഷൻ മോഡ് പ്രോഗ്രാം ആക്കാനുള്ള നീക്കം നടക്കുന്നു. ഇത് പദ്ധതികൾ ഫയലുകളിൽ മറന്നു പോകാൻ അനുവദിക്കാത്ത വലിയൊരു പൊളിറ്റിക്കൽ അറ്റൻഷൻ നൽകും. അതുതന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷ. നമ്മൾ കാത്തിരിക്കുന്നത് വെറും 120 kN എഞ്ചിൻ അല്ല, ഇന്ത്യക്ക് സ്വന്തം ഫൈറ്റർ എഞ്ചിൻ ഇൻഡിപെൻഡൻ്റ്ലി ഡിസൈൻ ചെയ്യാൻ കഴിയുന്ന ഒരു കേപ്പബിലിറ്റിക്കാണ്. 2025 റെഡ് ഫോർട്ടിൽ നിന്ന് മോദി തന്ന ആ വെല്ലുവിളി ഇപ്പോൾ നാഷണൽ മിഷൻ സീരിയസ്നെസ്സിലേക്ക് പോവുകയാണ്. ഈ പ്രൊജക്ട് സമയത്തിന് പൂർത്തിയാകുമോ? സഫ്രാനിൽ നിന്ന് ഇന്ത്യ യഥാർത്ഥ ടെക്നോളജി സ്വന്തമാക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ പങ്കുവയ്ക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ജയ് ഹിന്ദ്, ജയ് ഭാരത്, വന്ദേ മാതരം.